ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ഭീകരതയ്ക്ക് മുന്നിൽ രാജ്യം തലകുനിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂഡൽഹിയിലെ വസതിയിൽ സുരക്ഷാകാര്യ കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ചേരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം. ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് ജമ്മുകശ്മീർ സർക്കാർ. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നാളെ സർവകക്ഷി യോഗം വിളിച്ചു. ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ട് സുരക്ഷാസേന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ബീഹാർ സന്ദർശിക്കും. ദേശീയ പഞ്ചായത്ത് രാജ് ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ഗ്രാമസഭകളെ അഭിസംബോധന ചെയ്യും. ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജയതിലകനെ കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ മന്ത്രിസഭ അംഗീകാരം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൌതികദേഹം പൊതുദർശനത്തിനായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിച്ചു. വാർത്തകൾ വിശദമായി. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ. മരിച്ചവരുടെ ബന്ധുക്കളുടെ ദുഃഖത്തിൽ രാജ്യം ഒന്നാകെ പങ്കുചേരുന്നെന്നും അദ്ദേഹം പറഞ്ഞു. ശ്രീനഗറിലെ പോലീസ് കൺട്രോൾ റൂമിൽ എത്തിയ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ജീവൻ നഷ്ടപ്പെട്ടവർക്ക് അന്ത്യോപചാരം അർപ്പിച്ചു. ഭീകരതയ്ക്ക് മുന്നിൽ രാജ്യം തലകുനിക്കില്ലെന്ന് പറഞ്ഞ ശ്രീ അമിത്ഷാ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരെ ആശുപത്രിയിലെത്തി സന്ദർശിച്ചു. ഭീകരാക്രമണം നടന്ന ബൈസാരൺ മേഖലയും അദ്ദേഹം സന്ദർശിച്ചു. ഇന്നലെയുണ്ടായ ആക്രമണത്തിൽ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. മരിച്ചവരുടെ ഭൌതികദേഹം ശ്രീനഗറിൽ നിന്നുള്ള പ്രത്യേക വിമാനത്തിൽ സ്വദേശങ്ങളിലേക്ക് കൊണ്ടുപോയി. 3 ഭീകരരുടെ രേഖാചിത്രം സുരക്ഷാസേന പുറത്തുവിട്ടു. സംഭവത്തിൽ ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഭീകരതയ്ക്കെതിരെ ഇന്ത്യ വിട്ടുവീഴ്ചയില്ലാത്ത നയം തുടരുമെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പഹൽഗാം ആക്രമണത്തിന് ഉത്തരവാദികളായവർക്ക് സർക്കാർ ഉചിതമായ മറുപടി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ന്യൂഡൽഹിയിൽ വ്യോമസേന സംഘടിപ്പിച്ച പരിപാടിയിൽ രാജ്യരക്ഷാമന്ത്രി വ്യക്തമാക്കി. यहाँ मैं भारत के दृढ़ संकल्प को दोहराना चाहूंगा कि टेररिज्म के खिलाफ हमारी जीरो टॉलरेंस की पॉलिसी है. भारत का एक एक नागरिक इस कायरतापूर्ण हरकत के खिलाफ एकजुट है. मैं इस मंच से देशवासियों को आश्वस्त करता हूं, घटना के मद्देनजर भारत सरकार वो हर कदम उठाएगी जो जरूरी और उपयुक्त होगा. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂഡൽഹിയിലെ വസതിയിൽ സുരക്ഷാകാര്യ കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ചേരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നു. സംഭവത്തിന് പിന്നാലെ സൌദി യാത്ര വെട്ടിച്ചുരുക്കി ഇന്ന് രാവിലെ ന്യൂഡൽഹിയിൽ മടങ്ങിയെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ഉൾപ്പെടെയുള്ളവരുമായി സംവദിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തിയിരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട എറണാകുളം സ്വദേശി എൻ രാമചന്ദ്രന്റെ മൃതദേഹം ഇന്ന് രാത്രിയോടെ കൊച്ചിയിലെത്തിക്കും. കുടുംബത്തോടൊപ്പം വിനോദയാത്രയ്ക്കാണ് അദ്ദേഹം ഇന്നലെ ബൈസൺ വാലിയിലെത്തിയത്. സംസ്കാര ചടങ്ങുകൾ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് ഇടപ്പള്ളി പൊതുശ്മശാനത്തിൽ നടക്കും. ആക്രമണത്തിൽ മരണമടഞ്ഞ നാവിക ഉദ്യോഗസ്ഥൻ വിനയ് നർവാളിന്റെ ഭൌതിക ശരീരത്തിൽ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപതി ന്യൂഡൽഹിയിൽ ഇന്ന് പുഷ്പചക്രം അർപ്പിച്ചു. ഭാര്യ ഹിമാൻഷിക്കൊപ്പമാണ് അദ്ദേഹം ഇന്നലെ പഹൽഗാമിലെത്തിയത്. കൊച്ചിയിൽ നാവികസേന ഉദ്യോഗസ്ഥനായിരുന്ന വിനയ് നർവാൾ ഹരിയാന സ്വദേശിയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് ജമ്മുകശ്മീർ സർക്കാർ. ഗുരുതരമായി പരിക്കേറ്റവർക്ക് 2 ലക്ഷം രൂപ വീതവും ചെറിയ പരിക്കുകളുള്ളവർക്ക് 1 ലക്ഷം രൂപയും ധനസഹായം നൽകും. ജമ്മുകശ്മീരിൽ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നാളെ സർവകക്ഷി യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് കശ്മീർ താഴ്വരയിലെ വിനോദസഞ്ചാര മേഖലയ്ക്കുണ്ടായ ആഘാതം കുറയ്ക്കാൻ കേന്ദ്രം പരമാവധി ശ്രമിക്കുമെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ജമ്മുകശ്മീർ ചീഫ് സെക്രട്ടറിയുമായും ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഭീകരവാദത്തോട് ഇന്ത്യയ്ക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത സമീപനമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. जब पूरा देश कल पहलगाम की आतंकवादी घटना में मारे गए ऐसे निर्दोष लोगों के चले जाने से दुखी है, व्यथित है, क्षुब्ध है, ऐसी कायरतापूर्ण हमले से चलते हुए निश्चित रूप से हम सबकी भावनाएं तो आहत हुई हैं, लेकिन कुछ लोगों ने अपने कुत्सित इरादों से कश्मीर में अलगाववाद और आतंकवाद के राग को फिर छेड़ने की कोशिश की है. കശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ഭീകരാക്രമണത്തെ അപലപിച്ച് കാർഗിലിൽ ഇന്ന് പകുതി ദിവസത്തെ ബന്ദ് ആചരിച്ചു. കാർഗിൽ പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലുമുള്ള എല്ലാ വാണിജ്യ സ്ഥാപനങ്ങളും അടച്ചിട്ടു. സംഭവത്തിൽ ആളുകൾ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുകയും ക്രൂരപ്രവൃത്തിക്ക് ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പഹൽഗാം ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് അനുശോചനം രേഖപ്പെടുത്തി തമിഴ്നാട് നിയമസഭ.
കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ എല്ലാ അംഗങ്ങളും മൌനമാചരിച്ചു. മനുഷ്യത്വരഹിതമായ ഭീകരാക്രമണത്തെ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അപലപിച്ചു. ജമ്മുവിൽ കുടുങ്ങിക്കിടക്കുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് സൌകര്യമൊരുക്കുന്നതിനായി ഡൽഹിയിലെ തമിഴ്നാട് ഹൌസിൽ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ലൈൻ ആരംഭിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കാൻ സുപ്രീം കോടതി 2 മിനിറ്റ് മൌനമാചരിച്ചു. ഇരകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് 300-ലധികം അഭിഭാഷകർ സുപ്രീം കോടതിയിൽ ഇന്ന് ഒത്തുകൂടി. അതേസമയം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സന്ദർശിക്കുന്ന ആളുകൾക്ക് തീവ്രവാദ ആക്രമണങ്ങളിൽ നിന്ന് സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപടികൾ സ്വീകരിക്കണം എന്നാവശ്യപ്പെട്ട് പൊതു താൽപര്യ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് ലോക നേതാക്കൾ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ടെലിഫോണിലൂടെ അനുശോചനം അറിയിച്ചു. അക്രമികളെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ അമേരിക്കയുടെ പരിപൂർണ പിന്തുണ ട്രംപ് ഉറപ്പു നൽകി. ഇന്ത്യ സന്ദർശനം തുടരുന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസും ആക്രമണത്തിൽ ദുഃഖം രേഖപ്പെടുത്തി. റഷ്യ, UAE, ഇറാൻ, ഇസ്രയേൽ, ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളും ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ചു. ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി A. ജയതിലകനെ സംസ്ഥാനത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 1991 ബാച്ച് IAS ഉദ്യോഗസ്ഥനാണ് A. ജയതിലക്. ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി സ്ഥാനത്തു നിന്ന് വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ബീഹാർ സന്ദർശിക്കും. ദേശീയ പഞ്ചായത്ത് രാജ് ദിനത്തോടനുബന്ധിച്ച് മധുബനിയിൽ ഗ്രാമസഭകളെ ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ബിദേശർസ്ഥാനിൽ നടക്കുന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി 13,500 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികൾ നാടിന് സമർപ്പിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൌതിക ശരീരം കാസ സാന്ത മാർത്തയിൽ നിന്നും പൊതുദർശനത്തിനായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിച്ചു. ശനിയാഴ്ച വരെയാണ് ഇവിടെ പൊതുദർശനത്തിന് ക്രമീകരണം ഒരുക്കിയിരിക്കുന്നത്. ശനിയാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആഗ്രഹപ്രകാരം റോമിലെ സെന്റ് മേരി മേജർ ബസിലിക്കയിലാണ് അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കുന്നത്. സംസ്കാര ചടങ്ങുകളിൽ ലോക നേതാക്കളടക്കം നിരവധി പ്രമുഖർ പങ്കെടുക്കും. കേരളത്തെ പ്രതിനിധീകരിച്ച് മന്ത്രി റോഷി അഗസ്റ്റിനായിരിക്കും ചടങ്ങിൽ പങ്കെടുക്കുക. ജമ്മു കാശ്മീരിലെ കുൽഗാം ജില്ലയിൽ സുരക്ഷാ സേനയും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. ഭീകരരുടെ സാന്നിധ്യം ഉണ്ടെന്ന വിവരത്തെ തുടർന്ന് സുരക്ഷാ സേന നടത്തിയ തിരച്ചിലിനിടെ ഭീകരർ വെടിയുതിർക്കുകയായിരുന്നു. ഏറ്റുമുട്ടൽ തുടരുകയാണ്. പഹൽഗാമിലെ ഭീകരാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനുമായുള്ള പഞ്ചാബ് അതിർത്തി അടച്ച് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പാകിസ്ഥാനുമായും ജമ്മു കാശ്മീരുമായും അതിർത്തി പങ്കിടുന്നതിനാൽ പഞ്ചാബ് അതീവ ജാഗ്രതയിലാണെന്ന് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാൻ പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ബാറ്റിംഗിന് അയച്ചു. ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിലാണ് മത്സരം. ആഗോള സാമ്പത്തിക വളർച്ചയിൽ ഇന്ത്യ നേതൃസ്ഥാനത്ത് തുടരുമെന്ന് കേന്ദ്ര സർക്കാർ. ആഗോള സമ്പദ് വ്യവസ്ഥയിലെ നിരവധി അനിശ്ചിതത്വങ്ങൾ സാമ്പത്തിക വളർച്ചയിലുള്ള ഇന്ത്യയുടെ സ്ഥാനത്തെ ബാധിച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. അടിസ്ഥാന സൌകര്യങ്ങളുടെ നവീകരണം, സാമ്പത്തിക ഉൾപ്പെടുത്തൽ എന്നിവയിലെ പരിഷ്കാരങ്ങളിലൂടെ ഇന്ത്യ ആഗോള സാമ്പത്തിക രംഗത്ത് വ്യക്തമായ മുന്നേറ്റമാണ് കൈവരിക്കുന്നതെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. വെള്ളിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ ന്യൂഡൽഹിയിൽ നടക്കാനിരിക്കുന്ന ലോകാരോഗ്യ ഉച്ചകോടിയുടെ മേഖലായോഗം ആഗോള ആരോഗ്യ അജണ്ട രൂപപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന വേദിയാകുമെന്ന് കേന്ദ്ര സർക്കാർ. പരമ്പരാഗത വൈദ്യശാസ്ത്ര സംവിധാനങ്ങളുടെ സംയോജനത്തിലും വിപുലീകരണത്തിലും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ടു പോകാനാണ് തീരുമാനം. WHS മേഖലായോഗ തയ്യാറെടുപ്പുകൾ കേന്ദ്ര ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് വിലയിരുത്തി. കേന്ദ്ര പുരാവസ്തു ഉപദേശക സമിതിയുടെ 38ാമത് യോഗം കേന്ദ്രമന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടന്നു. രാജ്യത്തിന്റെ പൈതൃകവും ചരിത്ര സ്മാരകങ്ങളും സംരക്ഷിക്കുന്നതിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തുടർച്ചയായ ശ്രമങ്ങളെക്കുറിച്ച് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരതയ്ക്ക് മുന്നിൽ രാജ്യം തലകുനിക്കില്ലെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും കേന്ദ്രമന്ത്രി. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ന്യൂഡൽഹിയിലെ വസതിയിൽ സുരക്ഷാകാര്യ കേന്ദ്ര മന്ത്രിസഭാ സമിതി യോഗം ചേരുന്നു. വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വാർത്താ സമ്മേളനം അല്പസമയത്തിനകം. ഭീകരാക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച് ജമ്മുകശ്മീർ സർക്കാർ. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള നാളെ സർവകക്ഷി യോഗം വിളിച്ചു. ഭീകരരുടെ രേഖാചിത്രം പുറത്തുവിട്ട സുരക്ഷാ സേന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ബീഹാർ സന്ദർശിക്കും. ദേശീയ പഞ്ചായത്ത് രാജ് ദിനത്തോടനുബന്ധിച്ച് പ്രധാനമന്ത്രി ഗ്രാമസഭകളെ അഭിസംബോധന ചെയ്യും. ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി A. ജയതിലകനെ കേരളത്തിന്റെ 50ാമത് ചീഫ് സെക്രട്ടറിയായി നിയമിക്കാൻ മന്ത്രിസഭാ അംഗീകാരം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഭൌതികദേഹം പൊതുദർശനത്തിനായി സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിൽ എത്തിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.